ആയിരത്തി 1833 മാന്നാനംകുന്നിൽ വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് തുടങ്ങിയതായി കുരിശിൻ്റെ വീട് ഒരു എത്തുനോട്ടമാണ് വയനാടൻ ചുരത്തിലെ കുരിശിൻ്റെ വഴി. 1992 ഏപ്രിൽ 14 തീയതിയാണ് ഈ കുരിശിൻ്റെ വഴി ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഞാനും ബഹുമാനപ്പെട്ട തോമസ് കൂട്ടിയാനി CME അച്ഛനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നതായ വലിയൊരു ഉദയമായിരുന്നു വയനാടൻ ചുരത്തിൽ കുരിശിന് വഴി എന്നുള്ളതായി സന്ദേശം കിട്ടുകയാണ്. അപ്പോൾ ഈ കാര്യം ഞാൻ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനോട് പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കുക. വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് വരികയാണ്, വയനാടൻ ചുരത്തിൽ കുരിശിന് വഴി എന്നുള്ളതായി ആ സന്ദേശം. അപ്പോൾ ഈ കാര്യം ഞങ്ങൾ അഭിയുന്ന തൂങ്കുഴി പിതാവിനോട് ഇന്ന് പറയുകയാണ്. അങ്ങനെ തൂങ്കുഴി പിതാവ് പറഞ്ഞു, മനുഷ്യരാരും വരികയില്ല, എങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തൂങ്കുഴി പിതാവ് സമ്മതിക്കുകയാണ്. അങ്ങനെ അക്കാലത്ത് ഭയങ്കരമായ വേനലായിരുന്നു. എല്ലാവരും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, നൊവേനകൾ ചൊല്ലുന്നുണ്ട്, എങ്കിലും മഴ പെയ്യുന്നില്ല. അപ്പോൾ ഈ കുരിശിൻ്റെ വഴി ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്, നിയുക്തമാണ് എന്നുള്ളതായ ആ ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ദൈവമേ, പിതാവിൻ്റെ സന്ദേശം കഴിയുമ്പോൾ 10 മിനിറ്റ് മഴ പെയ്യണം, ഇതാ മാത്രമാണ് ഞാൻ അപേക്ഷിച്ചത്. അങ്ങനെ പിതാവിൻ്റെ സന്ദേശം കഴിയുന്നു. വേഗം കാർമേഘം ഇരുണ്ടുകൂടിയിട്ട് 10 മിനിറ്റ് മഴ പെയ്യുന്നു. അന്ന് രാത്രി 1 മണി മുതൽ 4 മണി വരെയും 3 മണിക്കൂർ നേരം കേരളമൊട്ടാകെ മഴ പെയ്യുന്നു. അങ്ങനെ 2010 വരെയും എല്ലാ ദുഃഖവെള്ളിയാഴ്ചകളും കുരിശിൻ്റെ വഴി കഴിയുമ്പോൾ, സന്ദേശം കഴിയുമ്പോൾ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കേരളത്തിൽ വിവിധ ഭാഗത്തും ആൾക്കാർ വരുവാൻ തുടങ്ങി. 1996 നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചയിലും ഞങ്ങൾ കുരിശിന് വഴി ആരംഭിച്ചു. അങ്ങനെ 2006 ഞാൻ പാലായിച്ചിരുന്ന അവസരത്തിൽ അവിടെ ഒരു വീട്ടിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മാവൻ പറഞ്ഞു, ആ രോഗിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് മനുഷ്യർക്ക് ഉപകാരപ്രദമായൊരു കാര്യമാണല്ലോ എന്ന് കരുതിക്കൊണ്ട് വീണ്ടും എന്നെ ആൾക്കാർ വിളിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു സഹോദരി ഏകദേശം 7 വർഷമായി ന്യൂസിലാൻഡിൽ പോകുന്നതിന് വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ 7 വർഷമായി ഇതുവരെ എനിക്ക് വിസ കിട്ടിയിട്ടില്ലച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാസ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പാസ്പോർട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് 7ാമത്തെ ദിവസം അവർക്ക് വിസ കിട്ടുന്നു. അവർ മദ്രാസ് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോലും ചില സമയം കിട്ടാതെ അങ്ങനെ അവൾ വിസയുമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഏകദേശം 3 പേർ ആ സമയത്ത് എൻ്റെ അടുത്ത് വരിക, അച്ഛൻ ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാളയിൽ നിന്നുള്ളതായ സാലി എന്ന് പറയുന്ന സഹോദരി 50 വയസ്സുണ്ട്. ആ സഹോദരിനോടൊന്ന് വെച്ചു, ഞാൻ സിവിൽ സ്റ്റേഷൻ കോഴിക്കോട് സിവിലിലാണ് ജോലി ചെയ്യുന്നത്, എനിക്കിതുവരെ കുഞ്ഞുങ്ങളില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വന്നിട്ട് ഒരു പ്രാവശ്യത്തെ വയനാട് ചുരത്തെ കുറിച്ച് പങ്കുചേരും, അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ 50 വയസ്സുള്ള ചേച്ചി ഗർഭിണിയാകുന്നു. ഇപ്പോൾ ഏകദേശം 8 വയസ്സുള്ളതായ ഒരു മകന് ചേച്ചിക്കുണ്ട്. ഇങ്ങനെ ഇതുപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അങ്ങനെ 2006 കേരളത്തിന് വിവിധ ഭാഗത്ത് പാല, പൂഞ്ഞാറ്, തൊടുപുഴ, കോതമംഗലം, ഇടുക്കി എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 13-14 ബസ്സുകളിലായിട്ട് വിശ്വാസികൾ വരികയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതോടുകൂടിയിട്ട് ദുഃഖവെള്ളിയാഴ്ചകൾ വരുന്ന അവസരത്തിൽ ഞങ്ങൾ അതിഗംഭീരമായിട്ട് യേശുവും മാതാവും മറിയവും ഭക്തശ്രീകളും പടിയാളും വേഷമണിഞ്ഞ് വേഷപ്രസന്നരായിട്ട് ഈ പരിഹാര യാത്രയ്ക്ക് മുമ്പ് നടക്കുകയാണ്. അങ്ങനെ വിശ്വാസികൾ കടന്നു വരുന്നു, അവർക്ക് അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുകയാണ്. ഭാരമേറും ക്രൂശുതന്റെ തിരുത്തോളിലെ. ഞാൻ ഒരു സാധാരണ വീട്ടമ്മയെ പോലെ തന്നെയാണ് ഞാനും ഈ മല കയറാൻ വന്നത്. ഏകദേശം ഒരു 2.5 വർഷമായി ഞാൻ ഈ മല കയറുന്നു. പക്ഷേ എനിക്ക് കയറുന്നതിന് മുൻപും ഇപ്പോഴത്തുള്ള അവസ്ഥയും വളരെ വ്യത്യസ്തമാണ്. കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഈ മല നേർന്ന ഞാൻ കയറിയിരുന്നത്. ഏകദേശം 14 പ്രാവശ്യം ഞാൻ കയറിയിരുന്നു. ഓരോ പ്രാവശ്യം കയറി ഇറങ്ങുമ്പോഴും എനിക്ക് ഓരോ വലിയ അനുഗ്രഹങ്ങളായിരുന്നു. കാരണം
അലർജിക് ആയിട്ടുള്ള എൻ്റെ മക്കൾക്ക് ഇപ്പം എന്ത് മെഡിസിൻ കൊടുത്താലും അത് അവർക്ക് പറ്റില്ലായിരുന്നു. കാരണം ഇപ്പോഴും അലർജിക് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റില്ല, തണുപ്പ് പറ്റില്ല, അങ്ങനെ ഒരു അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ ഈ ചുരം കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് എല്ലാം വാങ്ങിച്ച് ഓരോ ദിവസം പോകുന്തോറും ഇവിടുന്ന് വെഞ്ചിരിച്ച തേനും ഉപ്പും എല്ലാം കഴിക്കുന്നതോടുകൂടി ഇപ്പോൾ അവർ യാതൊരുവിധ മെഡിസിൻസും എടുക്കുന്നില്ല. ഒരു മെഡിസിൻ പോലും ഇപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്നില്ല. അതോടൊപ്പം ഞാൻ ആ ഒരു വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വന്നതെങ്കിലും വേറെ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാത്ത പോലും ഒരുപാട് വിഷയങ്ങളിൽ കൂടി കർത്താവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം 33-ാമത്തെ വർഷമാണ്. 33-ാമത്തെ ദുഃഖവെള്ളി എന്ന് പറയുന്നത് കർത്താവ് യേശുവിൻ്റെ തിരുവയസ്സിന് സമമാണ് ഈ 33-ാം വർഷം എന്ന് പറയുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഞങ്ങൾ ഒരു 2-3 മാസം മുമ്പ് ഈ കുരിശിന് വഴി ആരംഭിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ കുരിശിന് വഴി ആരംഭിച്ചു. അങ്ങനെ വലിയ നോയമ്പ് വന്നു കഴിഞ്ഞപ്പോൾ അത് ശക്തമായിട്ട് വലിയ നോയമ്പിലെ കുരിശിന് വഴി ആരംഭിക്കുകയാണ്. അങ്ങനെ കേരളത്തിന് വിവിധ ആൾക്കാർ വന്നു ചേരുകയും ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുക. അങ്ങനെ 329 മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചു. കുറേയധികം പേര് വിദേശത്ത് പോയി വിവാഹങ്ങൾ നടന്നു, കാറും വീടും ലഭിക്കുന്നു, തീരാ രോഗങ്ങൾ മാറുന്നു. അങ്ങനെ ഒരുപിടി അനുഗ്രഹങ്ങളും കൃപകളും ദൈവം തരികയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ 33-ാം വർഷത്തേക്ക് കിടക്കുന്ന അവസരത്തിൽ ഞങ്ങൾ സമാപന പരിപാടികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഈ മാസത്തിൽ മാന്നാനത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ ദുഃഖവെള്ളിയാഴ്ച അതായത് മാർച്ച് 29-ാം തീയതി രാവിലെ 8 മണിക്ക് റോസക്കുട്ടി ടീച്ചർ സന്ദേശം നൽകുന്നതായിരിക്കും. അതിനുശേഷം 10 മണിക്ക് ഫാദർ മാത്യു മണിയമ്പ്ര വികാർ പോർഷലാണ്. അദ്ദേഹം കുരിശെടുത്ത് കൊടുക്കുന്നു ഈശോയ്ക്ക്. അങ്ങനെ ഈശോയെ മാതാവ് മറിയം ഭക്തസ്ത്രീകളെ പടയാളികൾ ഇവരെല്ലാം മേശപ്രസിഡൻ്റായിട്ട് വിശ്വാസികൾ മുമ്പ് നിറയ്ക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 മണിയാകുമ്പോൾ മൗണ്ട് സീനായ് ലക്കടയിൽ ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ വീര ഫാദർ മാത്യു നായിക്കമ്പറമ്പിലെ സന്ദേശം നൽകുന്നതായിരിക്കും. ഞാൻ 18 വർഷമായിട്ട് ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത് സജീവമായി ശുശ്രൂഷ ചെയ്യുന്നു. ആരംഭകാലങ്ങളിൽ സാധാരണ ഒരു വിശ്വാസി എന്ന നിലയിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളുമായിട്ടാണ് ഈ കുരിശിൻ്റെ വഴിയിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. എൻ്റെ മകള് എൻട്രൻസിന് എഴുതി ചെറിയൊരു വേരിയേഷനിൽ മെഡിക്കൽ സീറ്റ് പോയപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടപ്പോൾ എയിംസിലെഴുതി. എയിംസിൽ 9th റാങ്കിൽ ഓൾ ഇന്ത്യ എയിംസിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും അവിടുന്ന് BSc റാങ്ക് ഹോൾഡറായിട്ട് പാസ്സാവുകയും അതിനുശേഷം വീണ്ടും അവിടെ തന്നെ MScക്ക് എഴുതുകയും MScയിൽ അവിടെ നിന്നും റാങ്ക് ഹോൾഡറായിട്ട് തന്നെ പാസ്സാവുകയും അവിടെ തന്നെ അപ്ലൈ ചെയ്തു. അവിടെ തന്നെ ജോലിയിൽ പ്രവേശിച്ച് അതിനുശേഷം ഈ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിവാഹാലോചന വരികയും US-ലുള്ളൊരു ഫാമിലിയായിട്ടുള്ള ഒരു വിവാഹം മകൾക്ക് നടക്കുകയും ചെയ്തു. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് മേഖലകളിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ മേലെ, എൻ്റെ ബിസിനസ് മേഖലകളുടെ മേലെല്ലാം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ശാരീരികമായിട്ട് ഒത്തിരി പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടപ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയിലൂടെ, ബ്ലെസ്സിങ്ങിലൂടെ, ഒരു കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ആ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഈ വയനാടൻ ചുരം അതിഭീകരമായിരുന്നു. ഒരുപിടി അപകടങ്ങളും ഒരുപിടി തിന്മകൾ നടക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതിലൂടെ കടന്നു പോകാൻ ഭയമായിരുന്നു, പേടിയായിരുന്നു. എങ്കിലും ഇതെല്ലാം തരണം ചെയ്തതിന് വേണ്ടി ഈ അപകടം നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുരിശിന് വഴി ആരംഭിച്ചത്. അങ്ങനെ 33 വർഷം തികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.